ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. സൂര്യമംഗലം കൊട്ടാരത്തിലെ തമ്പുരാട്ടിയെ ഋതിയുടെ അമ്മാമ്മ വന്നിരിക്കുന്നത് ഋതിയുടെയും രാജുവിൻ്റെ കൂടെ വിവാഹം നടത്താനാണോ എന്നൊരു സംശയമുണ്ടെന്ന് അംബികമ്മയുടെ എന്നോട് വിളിച്ചു പറഞ്ഞ്. എൻ്റെ രമ്യയെ അവർക്ക് തോന്നിയ ഒരു സംശയം നിന്നോട് പങ്കുവെച്ച്. നീയാണെങ്കിലോ അത് കേട്ട പാതി കേൾക്കാത്ത പാതി ഓടി വന്ന് എൻ്റെ അടുത്തും പറഞ്ഞു. എൻ്റെ അമ്മേ, ഇതിങ്ങനെ നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല. ചിലപ്പോൾ ഋതിയേയും രാജുവായിട്ടുള്ള കല്യാണം നടന്നാലോ? അതെങ്ങനെയാ? അങ്ങനെയൊക്കെ സംഭവിക്കുമോ? പിന്നെ സംഭവിക്കാതെ അവർ നല്ല ഭംഗിയായിട്ട് കല്യാണവും നടത്തും. ഞാനേ അമ്മയുടെ മോള് ആ മാവിൻ്റെ കൊമ്പത്തിങ്ങനെ തൂങ്ങി ആടുകയും ചെയ്യും. എന്തുവാ പെണ്ണെ നീ പറയുന്നത്? പെറ്റു വളർത്തിയ അമ്മയോടാണോ നീ തൂങ്ങിച്ചാകുന്ന കാര്യമൊക്കെ പറയുന്നത്? അമ്മയ്ക്കെന്താ കേട്ടപ്പോൾ വല്ല വിഷമം തോന്നിയോ? പിന്നെ വിഷമം തോന്നാതെ എങ്കിൽ അമ്മയുടെ ഈ മകള് ചാകാതിരിക്കണമെങ്കിലേ എൻ്റെ ഈ കഴുത്തിൽ ഒരു താലിമാല വീഴണം. അതിനാണോ പ്രയാസം? എന്തോന്ന് പ്രയാസം? കണ്ട ഊളെ കൊണ്ട് കെട്ടിക്കുന്ന കാര്യമല്ല പറഞ്ഞത്. രാജുവാണ് എൻ്റെ കഴുത്തിൽ താലി കെട്ടേണ്ടത്. മോളെ, അതിനുവേണ്ടിയാണല്ലോടി നമ്മൾ ഈ അഭ്യാസം മുഴുക്ക കളിക്കുന്നത്. നമ്മൾ നടക്കുന്ന ഈ അഭ്യാസമൊന്നും പോരാമ്മേ. അമ്മ രാധമ്മയെ കയ്യിലെടുക്കണം. ശ്രീലക്ഷ്മിയെ അമ്മ മരുമകളായിട്ട് അംഗീകരിക്കാമെന്ന് രാധമ്മയ്ക്ക് വാക്ക് കൊടുക്കണം. അങ്ങനെ എങ്ങനെങ്കിലും അമ്മ രാധമ്മയെ വളച്ച് കയ്യിലെടുത്തിട്ട് എൻ്റെയും രാജുവിൻ്റെയും കൂടെ കല്യാണം നടത്തണം. ഇപ്പോഴമ്മയ്ക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായോ? ആ, മനസ്സിലായി മോളെ. അമ്മ മനസ്സിലാക്കിയാൽ പോരാ, എത്രയും പെട്ടെന്ന് ചെയ്യണം. പലിശക്കാരി രുക്മിണിക്കൊരാലോചന നഷ്ടക്കച്ചവടം ആണോ എന്നൊരു ചിന്തയുണ്ട് അവൾക്ക്. ഹരീഷിനൊരു അപകടമൊക്കെ പറ്റി കൈക്ക് ഫ്രാക്ചറുണ്ട്. ഹരീഷ് ഇങ്ങനെ കട്ടിലിരിക്കുവാണ്. ശ്രീലക്ഷ്മി ആണെങ്കിൽ അവന് കാപ്പി കൊണ്ട് കൊടുക്കുന്നു. കാപ്പി ഇങ്ങനെ കുടിച്ചിട്ട് ഹരീഷ് ശ്രീലക്ഷ്മിയെ ഒന്ന് നോക്കുന്നുണ്ട്. പഞ്ചസാരയൊക്കെ തീർന്നു ഇല്ലേ? പഞ്ചസാര മാത്രമല്ല, തേയിലയും എല്ലാം തീർന്നു. ഹരീഷ് വിഷമിക്കുക ഒന്നും വേണ്ട. ദാരിദ്ര്യവും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാകും. അതിനെന്താ, നമ്മൾ രണ്ടുപേരും മാത്രമല്ല ഉള്ളു. ഹരീഷേ, നമുക്ക് സഹിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഈ ദാരിദ്ര്യമൊക്കെ ഹരീഷിനൊരു പുതിയ അനുഭവമായിരിക്കും. പക്ഷേ എനിക്കിത് പുതിയ അനുഭവം അല്ലല്ലോ ഹരീഷേ. പട്ടിണിയും ദാരിദ്ര്യമൊക്കെ അനുഭവിച്ചാണല്ലോ ഹരീഷേ ഞാൻ വളർന്നത്. അതുകൊണ്ട് എനിക്കിതൊരു പ്രശ്നമേ അല്ല. സങ്കടത്തോടെ ഹരീഷ് ഇങ്ങനെ ശ്രീലക്ഷ്മിയെ തന്നെ നോക്കുവാണ്. എന്താ ഇങ്ങനെ എന്നെ തന്നെ നോക്കുന്നത്? ആദ്യമായിട്ട് കാണുന്ന പോലെ. കൂടെ കൂട്ടിയ എൻ്റെ പെണ്ണിനെ പട്ടിണിക്കിടേണ്ടി വന്നു. വെറുതെ ആവശ്യമില്ലാതൊന്നും പറയല്ലേ ഹരീഷേ. അങ്ങനെയാണെങ്കിൽ എനിക്കും തിരിച്ചു പറയാമല്ലോ ഹരീഷേ. എന്നെ കല്യാണം കഴിച്ചതുകൊണ്ടല്ലേ ഹരീഷിന് പട്ടിണിയും ദാരിദ്ര്യവും സങ്കടവും ഒക്കെ ഉണ്ടായത്. അങ്ങനെയൊന്നുമല്ല ശ്രീലക്ഷ്മി, നമ്മൾ ചേരേണ്ടവർ തന്നെയാണ്. ദൈവം നമ്മളെ കൂട്ടിച്ചേർത്തതാ. എനിക്ക് നീയും നിനക്ക് ഞാനും, അതുമാത്രം മതി നമുക്ക്. വിഷമത്തോടെ ശ്രീലക്ഷ്മി ഹരീഷിനെ ചേർന്നിരുന്നിട്ട് ചോദിക്കുന്നു, വേദനയുണ്ടോ ഹരീഷേ? ചെറിയൊരു അപകടമായിരുന്നു, പക്ഷേ എന്നാലും ഇത്രയും പറ്റുമെന്ന് വിചാരിച്ചില്ല. ഈ ഓട്ടോ ഓടിക്കുന്ന പണി എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ചേരില്ലടോ. എന്ത് ചെയ്യാനാ? എൻ്റെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം ആ യൂസ്ലെസ്സുകൾ കത്തിച്ച് കളഞ്ഞില്ലേ? ആ സമയത്ത് അവിടെ ഒരു കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട്. ശ്രീലക്ഷ്മി ഞാൻ ആരാണെന്ന് നോക്കട്ടെന്നും പറഞ്ഞ് പോയി നോക്കുമ്പോൾ രാധമ്മ. അയ്യോ അമ്മേ എന്നും പറഞ്ഞ് ഭയങ്കര സന്തോഷമാണ് അമ്മയ്ക്കും മകൾക്കും കാണുമ്പോൾ. ശ്രീലക്ഷ്മി ഹരീഷിൻ്റെ അടുത്തോട്ട് ചെന്ന് പറയുന്നു, എൻ്റെ പൊന്നു മോനെ, ശ്രീലക്ഷ്മി പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തില്ല ഇത്രയധികം പരിക്കുണ്ടാവുമെന്ന്. കൈക്കും ശരീരത്തിനും ഒക്കെ നല്ല വേദനയുണ്ടോ മോനെ? അത്രയ്ക്കൊന്നും ഇല്ലമ്മേ. രണ്ട് ഈ കൈക്ക് ചെറിയൊരു ചതവ്, അത്ര മാത്രമേ ഉള്ളൂ. ഇത് എത്ര ദിവസമായി മക്കളെ ഈ അപകടം ഉണ്ടായിട്ട് എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ശ്രീലക്ഷ്മി പറയുന്നു, ഒരാഴ്ചയായി. ഹരീഷ് ശ്രീലക്ഷ്മി ഒന്ന് നോക്കുന്നുണ്ട്. ശ്രീലക്ഷ്മി വീട്ടിൽ വിളിച്ച് പറഞ്ഞതൊന്നും ഹരീഷിന് അത്രയ്ക്ക് ഇഷ്ടമായെന്ന് തോന്നുന്നില്ല. രാധമ്മയ്ക്ക് അത് കേട്ടപ്പോൾ സങ്കടവും ദേഷ്യവും വരുവാണ്. എന്നിട്ട് ഇപ്പോഴാണോ മോളെ നീ എന്നെ വിളിച്ച് പറയുന്നത്? ഞാനും വേണുവേട്ടനും ഒക്കെ നിങ്ങൾക്ക് അന്യരാണല്ലോ. ഹരീഷ് പറയുന്നു, അമ്മേ അവളെ വഴക്ക് പറയണ്ട. ഇക്കാര്യം പറഞ്ഞ് ആരെയും ബുദ്ധിമുട്ടിക്കരുത് ഞാനാ ഇവളോട് പറഞ്ഞത്. രാധമ്മയെ വിളിച്ച് ഇവൾ പറഞ്ഞത് തന്നെ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല. രാധമ്മ മറ്റൊന്നും വിചാരിക്കരുത്. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ലാഞ്ഞിട്ടാ. ഹരീഷ് ശ്രീലക്ഷ്മിയോട് പറയുന്നത്, നീ എൻ്റെ അടുത്തോട്ടൊന്ന് വന്നേ. ശ്രീലക്ഷ്മി അടുത്ത് ചെന്നപ്പോൾ ഹരീഷ് പതുക്കെ പറയുവാണ്, നീ ഇവിടെ പട്ടിണിയാണെന്നൊക്കെ വിളിച്ച് അമ്മയോട് പറഞ്ഞോ? അങ്ങനെ പറഞ്ഞില്ല ഹരീഷ്. ഇതിലും ഭേദം നിനക്കെന്നെ അങ്ങ് കൊല്ലാവായിരുന്നില്ലേ എന്ന് ഹരീഷ് സങ്കടത്തോടെ ചോദിക്കുവാണ് ശ്രീലക്ഷ്മിയോട്. രാധമ്മ പറയുക, എന്നെ അറിയിച്ച കാര്യമാണ് നിങ്ങൾ പറയുന്നതെങ്കിലേ അതിൻ്റെ പേരിൽ നിങ്ങൾ പരസ്പരം വഴക്ക് കൂടണ്ട. മനുഷ്യരായാലേ ആപത്തുകളും അതിൻ്റെ പേരിൽ ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും. സ്വന്തക്കാരും ബന്ധുക്കളും ഒക്കെ ഉണ്ടാകുന്നത് അപ്പോഴാണ് മോനെ. മോനൊന്ന് മനസ്സിലാക്കണം, സ്വന്തക്കാർ വരുന്നത് കൊണ്ടോ അവരുടെ സഹായം സ്വീകരിക്കുന്നതിലോ ഒരു തെറ്റുമില്ല. ഇതൊരു ദുരഭിമാനമായിട്ട് കാണല്ലേ മോനെ. അങ്ങനെയൊന്നും അല്ലമ്മേ. ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും അതിനെല്ലാം ഉത്തരവാദികൾ ഞങ്ങൾ തന്നെയാണ്. ഞങ്ങൾ ഒരുമിച്ച് ചേർന്നത് ഞങ്ങളുടെ മാത്രം ഇഷ്ടപ്രകാരമാണല്ലോ. ഇതൊക്കെ എന്ത് ന്യായവാദമാ മോനി പറഞ്ഞു വരുന്നത്? നിങ്ങൾക്ക് വീട്ടുകാരും സ്വന്തക്കാരും ഒന്നും വേണ്ടെന്നാണോ പറഞ്ഞു വരുന്നത്? അയ്യോ, അങ്ങനെ ഉദ്ദേശിച്ചല്ല ഞാൻ പറഞ്ഞത്. ഉദ്ദേശം എന്തായാലും സാരമില്ല, തൽക്കാലം അതങ്ങ് മാറ്റി വെച്ചേരെ.
വേഗം നിങ്ങൾ രണ്ടുപേരും റെഡിയാകും, നമുക്ക് വീട്ടിലേക്ക് പോകാം. ഹരീഷ് ചോദിക്കുന്നു, ഏത് വീട്? അത് ഞങ്ങളുടെ വാടക വീട്. ഹരീഷ് ദേഷ്യത്തോടെ ഇങ്ങനെ ശ്രീലക്ഷ്മിയെ നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, ആ വീടും എൻ്റെ വീട്ടുകാരുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവും ഇല്ലമ്മേ. മോനെ, ഞാനും വേണുവേട്ടനും രാജുവും താമസിക്കുന്ന വീട് അത് എന്തുകൊണ്ടും നിങ്ങൾക്കും കൂടി ഉള്ളതാ. നിങ്ങൾ എളുപ്പം റെഡിയാകും, ഞാനൊരു ഓട്ടോ വിളിച്ചിട്ട് വരാം എന്നും പറഞ്ഞ് രാധമ്മ പോകാനൊരുങ്ങുമ്പോൾ ഹരീഷ് പറയുന്നു, അമ്മേ, ഈ ഒരു അവസ്ഥയിൽ എനിക്ക് അവിടെ വന്ന് നിൽക്കുന്ന വ്യക്തിപരമായി അപമാനം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ വരില്ല. രാധമ്മ എന്നെ നിർബന്ധിക്കരുത് പ്ലീസ്. ഞാൻ ഈ ഒരു അവസ്ഥയിൽ അവിടെ വന്ന് താമസിച്ചാലേ എൻ്റെ ആൾക്കാരുടെ മുന്നിൽ തല കുനിയുന്നത് കണ്ട് ഇവളായിരിക്കും. ഇവളെ എൻ്റെ ആൾക്കാരുടെ മുന്നിൽ തല കുനിക്കാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. എനിക്ക് നിങ്ങളോട് എല്ലാവരോടും സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ അങ്ങോട്ട് വരുന്നില്ല. എന്നാൽ പിന്നെ എല്ലാം മോൻ്റെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ, ഞാൻ അങ്ങോട്ട് ഇറങ്ങുവാണ് എന്നും പറഞ്ഞ് സങ്കടത്തോടെ രാധമ്മ അങ്ങോട്ട് ഇറങ്ങുവാണ്. ശ്രീലക്ഷ്മിയോട് രാധമ്മ പറയുന്നുണ്ട്, മോളെ, എന്താവശ്യം വന്നാലും മോളെ എന്നെ വിളിച്ച് പറയാൻ മറക്കരുത്. അമ്മ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ് കുറച്ച് രൂപയും ശ്രീലക്ഷ്മിയുടെ കൈ കൊടുക്കുന്നു. ഇത് ഹരീഷ് കാണണ്ട, പറയുകയും വേണ്ട എന്ന് പറഞ്ഞിട്ട് രാധമ്മ അവിടുന്ന് പോവുകയാണ്. രാവിലെ ആരോടോ പരിഭവമൊക്കെ ആണെന്ന് തോന്നുന്ന ഋതിക ഒരു ഘട്ടം മുഖമൊക്കെ വീർപ്പിച്ച് ഇങ്ങനെ വാതൊക്കെ നിൽക്കുന്നുണ്ട്. അത് രാജു കണ്ടുകൊണ്ട് അടുത്തോട്ട് ചെല്ലുവാണ്. രാജു ഋതികയോട് ചോദിക്കുന്നു, ഇതെന്താ ഈ ചിൽഡ്രൻസ് പാർക്കിലെ പ്രതിമ നിൽക്കുന്ന പോലെ നിൽക്കുന്നത്? പ്രതിമയോ? വെറും പ്രതിമയല്ല, നല്ല വെണ്ണക്കൽ പ്രതിമ. അല്ലെങ്കിൽ ഞാനിപ്പോൾ ജീവനൊന്നും ഇല്ലാത്തൊരു പ്രതിമയാണ് രാജു. മേഡം എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? എന്തെങ്കിലുമൊക്കെ റീസൺ ഉണ്ടെങ്കിലല്ലേ ആളുകൾ ഇങ്ങനെ കരയുകയും വിഷമിക്കുകയൊക്കെ ചെയ്യത്തുള്ളൂ. ഇപ്പം യാതൊരു റീസണും ഇല്ലല്ലോ. ആഹാ, മതിയായ കാരണമില്ലാതെ ഇങ്ങനെ കരയാനും ദേഷിക്കാനും എനിക്കെന്താ വട്ടുണ്ടോ? അതുകൊണ്ട് തന്നെയല്ലേ മേഡം ഞാൻ ചോദിക്കുന്നത്, മേഡം എന്തിനാ ഇങ്ങനെ കരയുന്നത്? ഞാൻ ഒരു കാര്യം തുറന്നു പറയാം കേട്ടോ, ഈ സങ്കടപ്പെട്ടിരിക്കുന്ന മേഡത്തിനെ കാണാൻ ഒട്ടും ഭംഗിയില്ല. ഈ സൗന്ദര്യം പോകുമെന്ന് കരുതി ആരെങ്കിലും കരയാതിരിക്കുമോ രാജു? എനിക്ക് സങ്കടം വന്നു, മാക്സിമം ഞാൻ പിടിച്ചു നോക്കി, പറ്റുന്നില്ല, ഞാൻ കരഞ്ഞു. രാജു അല്ലെങ്കിലും ഇമോഷനും സെൻറ്റിമെൻസിനും ഒന്നും യാതൊരു വിലയും കൊടുക്കുന്ന ആളല്ലല്ലോ. എന്തെല്ലാം തരത്തിലാണ് മറ്റുള്ളവർ വേദനിക്കുന്നതെന്ന് മേഡം ഇതുവരെ തിരക്കിയിട്ടുണ്ടോ? അതൊക്കെ വെച്ച് നോക്കുമ്പോഴേ മേഡത്തിന് എന്ത് ദുഃഖമുണ്ടെന്നായി പറയുന്നത്? അതൊക്കെ ശരിയായിരിക്കും രാജു, പക്ഷേ എനിക്ക് എൻ്റെ കാര്യമല്ലേ പറയാനൊക്കൂ. എനിക്ക് കുറേ നാൾ കൊണ്ടൊരു ഡൗട്ടുണ്ട് രാജു, ഞാൻ രാജുവിനോട് ചോദിച്ചോട്ടെ? ഞാൻ ചോദിക്കുന്നതിൽ രാജുവിന് വിരോധമൊന്നും ഇല്ലല്ലോ. എന്ത് വിരോധം? മേഡം ചോദിക്കുക. മേഡത്തിൻ്റെ ചോദ്യത്തിന് ഉത്തരം തരാൻ എനിക്ക് പറ്റിയില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തൊരു മനുഷ്യനോ രാജുവോ? രാജു മനുഷ്യനാണോ? രാജുവിൻ്റെ നെഞ്ചിനുള്ളിലെ കരിങ്കല്ലാണോ അതോ ഹൃദയമാണോ? രാജു പെട്ടെന്ന് കൈ നെഞ്ചത്ത് വെച്ച് നോക്കിയിട്ട് പറയുന്ന, ഹാർട്ട് ബീറ്റ് ഉണ്ടല്ലോ. നോ ഡൗട്ട് മാഡം, ഹൃദയം തന്നെയാണ്. കളിയാക്കണ്ട കേട്ടോ രാജു. രാജുവിന് ഹാർട്ടുണ്ടെങ്കിലേ ഫീലിങ്സ് ഉണ്ടാകണമല്ലോ. രാജുവിന് എന്തെങ്കിലും ഫീലിങ്സ് തോന്നുന്നുണ്ടോ? അതിന് എനിക്ക് എന്ത് ഫീലിങ്സാണ് മാഡം ഇല്ലാത്തത്? അയ്യോ രാജു, പെൺകുട്ടികളെ ഇങ്ങനെ അപമാനിക്കരുത് കേട്ടോ. ഈ പ്രണയം എന്ന വികാരത്തെക്കുറിച്ച് രാജുവിന് എന്തെങ്കിലും അറിയാവൂ? ഋതിയെ ദേഷ്യം പിടിപ്പിക്കാനായിട്ട് രാജു പറയുക, പ്രണയമോ? അതെന്തോന്നാ? അതെ, തേങ്ങാക്കൊല അല്ലെങ്കിൽ മാങ്ങ. മേഡം അതെന്താണെന്ന് എനിക്കൊന്ന് പറഞ്ഞതാ. അതെ, പ്രേമത്തെക്കുറിച്ച് ഞാൻ ഈ ക്ലാസ് എടുക്കാം. മരമണ്ടൻ. അവിടെയുള്ള ഒരു പൂച്ചട്ടിയെ നോക്കിക്കൊണ്ട് ഋതിക പറയുന്നു, രാജു ഇതോ അങ്ങോട്ട് നോക്കിക്കേ. അതെന്തുവാ? അതൊരു പൂവല്ലേ മേഡം? പൂവ് രാജു, പൂവും പ്രകൃതിയും തമ്മിലുള്ള സ്നേഹമാണ് പ്രണയം. രാജു ഋതിയെ നോക്കി കളിയാക്കിയിട്ട് പറയുക, മേഡം ഒരു കാര്യം ചെയ്യും, ആ പൂവെ നോക്കി ഇങ്ങനെ പ്രണയം സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക. ഞാനിപ്പോൾ വീട്ടിൽ പോവുക, അതെ എൻ്റെ ജീവിത സ്വപ്നമാണ് എന്നും പറഞ്ഞ് അവരിങ്ങനെ തമാശ പറഞ്ഞ് ചിരിക്കുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലികൂടി കളിക്കുന്നതും ഒക്കെ മുകളിലത്തെ വാൽക്കണിയിൽ നിന്നുകൊണ്ട് നമ്മുടെ സരസ്വതി തമ്പുരാട്ടി ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. തമ്പുരാട്ടി അങ്ങനെ താഴെയോട്ട് ഇറങ്ങി വരുമ്പോൾ ഭദ്ര ഇങ്ങനെ പോകുന്നുണ്ട്. ഭദ്രേ എന്ന് വിളിക്കുമ്പോൾ ഭദ്ര എന്തോ എന്ന് വിളി കേൾക്കുന്നുണ്ട്. എന്നെ തമ്പുരാട്ടി വിളിച്ചായിരുന്നോ? ഞാൻ വിളിക്കാതെ നീ പിന്നെ എന്തിനാടി ഈ വിളി കേട്ടത്? അല്ല, തമ്പുരാട്ടി എന്നെ എന്തിനാ വിളിച്ചത്? ആ കുട്ടിയെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാ. ഏത് കുട്ടി? ഋതിക. ആ കുട്ടി അവിടുത്തെ കൊച്ചുമോളല്ലേ, ഇങ്ങോട്ട് ചോദ്യമൊന്നും വേണ്ട, പറഞ്ഞാൽ അനുസരിച്ചാൽ മതി. ഭദ്ര എന്നിട്ട് ഋതിയെ വിളിക്കുന്ന, കുട്ടി, ഞാൻ കുട്ടിയും ചട്ടിയൊന്നുമല്ല. അയ്യോ, കിളവിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അയ്യോ, കണ്ടിട്ടൊരു പാവക്കുട്ടിയെ പോലുണ്ട്. എനിക്കൊരു പേരുണ്ട് കേട്ടോ. ഞങ്ങൾ രാജാക്കന്മാർ പേരും പേരയ്ക്കായി ഒന്നും തിരക്കാറില്ല. കുട്ടിയെ തമ്പുരാട്ടി വിളിക്കുന്നു. തമ്പുരാട്ടിയോ? അങ്ങനൊരു ജീവിയുണ്ടോ? ദാണ്ടേ തെറിക്കുത്തരം മുറിപ്പത്തല്ലെന്നാ. തമ്പുരാട്ടിയുടെ കാത്തു നിൽക്കുക, മര്യാദയ്ക്ക് ഇങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞ് ഋതിയെ കൈക്ക് പിടിച്ച് വലിച്ചോണ്ട് പോവുകയാണ് ഭദ്ര. ഋതിയെ വന്നിട്ട് തമ്പുരാട്ടിയോട് ചോദിക്കുന്നു, എന്നെ വിളിച്ചോ? ഞാൻ വിളിച്ചാൽ മാത്രമേ നീ ഇങ്ങോട്ട് വരികയുള്ളൂ അല്ലേ? ഋതികയും അല്പ രോഷത്തിൽ തന്നെ, വിളിക്കാതെ വന്നാൽ ഗെറ്റ് ഔട്ട് ഉണ്ടാകുമെന്ന് അറിഞ്ഞു. ആ, അങ്ങനെ പലതും ഉണ്ടാകും, അതൊക്കെ പുറകെ അറിയും. എന്നാൽ വിളിപ്പിച്ച കാര്യം എന്താന്ന് പറ. ഏതാ ചെക്കൻ? ഏത് ചെറുക്കൻ?
നിന്നോട് സംസാരിച്ചുകൊണ്ടിരുന്ന ആ ചെറുപ്പക്കാരൻ ആരാന്നാ ചോദിച്ചത്. അത് രാജു, നേരത്തെ പരിചയപ്പെടുത്തിയതാണല്ലോ. രാജു അച്ഛൻ്റെ PA ആണ്, പേഴ്സണൽ സെക്രട്ടറി. PAയോടൊക്കെ നീ എന്തിനാ സംസാരിക്കുന്നത്? എന്താ ചോദിച്ചത് കേട്ടില്ലേ? അവരോടൊക്കെ ഇത്രയ്ക്കൊക്കെ ഇടപെടുകാൻ എന്താ കാര്യമെന്ന്. രാജു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാ. ഈ വീട്ടിൽ ഞാൻ ഒറ്റപ്പെട്ടാണ് ജീവിക്കുന്നത്, ഏതാണ്ട് ഒരു ഓർഫനെ പോലെ. എന്നോട് സ്നേഹത്തോടെ പെരുമാറാനും, എനിക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് വന്നാൽ സപ്പോർട്ട് ചെയ്യാനും, എനിക്ക് എന്തെങ്കിലും സങ്കടങ്ങൾ വന്നാൽ സമാധാനിപ്പിക്കാനും എനിക്ക് രാജു മാത്രമേ ഉള്ളൂ. ഋതിക അങ്ങനെ പറഞ്ഞത് കേൾക്കുമ്പോൾ തമ്പുരാട്ടിക്ക് സങ്കടം വരുന്നുണ്ട്. ഭദ്ര മനസ്സിൽ പറയുക, ആഹാ, അപ്പം ചുറ്റിക്കളി കൂട്ടുകാരനാണല്ലേ. രാജു എൻ്റെ നല്ലൊരു സുഹൃത്താണ്. അത് കേട്ടിട്ട് വീണ്ടും തമ്പുരാട്ടി ചോദിക്കുന്നു, സുഹൃത്തൊക്കെ നല്ലതാ, അതിനപ്പുറം വേറൊന്നും ഇല്ലല്ലോ. എന്തുത്തരം പറയണമെന്നറിയാതെ പെട്ടെന്ന് ഋതിക ചോദിക്കുക, അല്ല ഇതൊക്കെ ചോദിക്കാൻ നമ്മളാരാണ്? ഭദ്ര പറയുക, എൻ്റെ ശിവനെ, ചോദിച്ച ചോദ്യം കേട്ടോ. ഋതിക പറയുക, ഞാൻ ശിവനോടും ഗോപിയോടും ഒന്നുമല്ല ചോദിച്ചത്, ഈ നിൽക്കുന്ന വലിയ തമ്പുരാട്ടിയോടാ. ഞാൻ നിൻ്റെ ആരാണെന്ന് നിനക്കറിയില്ലയോ? ചിലരൊക്കെ പറഞ്ഞു എൻ്റെ അമ്മാമ്മയാണെന്ന്. പക്ഷെ എനിക്ക് മനസ്സിലായിട്ടില്ല. ഇതെൻ്റെ അമ്മാമ്മയാണെങ്കിൽ ഞാൻ ഇവിടെ കൊച്ചുമകളായിരിക്കുമല്ലോ. ഒരു പേരക്കുട്ടിയോടുള്ള സ്നേഹവും വാത്സല്യവും ഒന്നും എനിക്ക് ഈ അമ്മാമ്മയിൽ നിന്നും കിട്ടിയിട്ടില്ല. ഋതിക സങ്കടപ്പെടുന്നുണ്ട്. എന്തിനാ സ്നേഹത്തോടൊരു നോട്ടം പോലും. അമ്മാമ്മ വരുമ്പോൾ എന്നെ ഓടി വന്ന് കെട്ടിപ്പിടിക്കുമെന്നൊക്കെ ഞാൻ പ്രതീക്ഷിച്ചു. തമ്പുരാട്ടി അത് കേട്ടിട്ട് ചോദിക്കുന്നത്, ധിക്കാരം പറയുന്നോടി, കാര്യം തുറന്നു പറയുന്ന ധിക്കാരമാവുമോ? എനിക്ക് ഇത്രയും വയസ്സായി, ഞാൻ ജനിച്ചിട്ട് ഇത്രയും കാലമായി, ഇങ്ങനെ ഒരു അമ്മാമ്മ എനിക്കുണ്ടെന്ന് ഞാനിതുവരെ കണ്ടിട്ടില്ല. ഒരു ദിവസം പെട്ടെന്ന് ഇങ്ങോട്ട് കയറി വന്നിട്ട് യാതൊരു സ്നേഹമില്ലാതെ ഇങ്ങനെ ശാസിക്കാൻ തുടങ്ങിയാൽ അതങ്ങനെ കേട്ടു നിൽക്കാൻ ഞാൻ തയ്യാറല്ല. ഇത് കേട്ടുകൊണ്ട് പ്രതാപൻ അങ്ങോട്ട് വരുവാണ്. ഋതികേ എന്നൊരലർച്ച. ഈ നിൽക്കുന്ന ആരാണെന്ന് നിനക്കറിയാവോ? ഋതിക ഒന്നും മിണ്ടാതെ നിന്നിട്ട് അവിടുന്ന് മുകളിലോട്ട് കയറി അങ്ങ് പോവുകയാണ്. അമ്മ ക്ഷമിക്കണം, അവൾക്ക് വേണ്ടി ഞാൻ അമ്മയോട് മാപ്പ് ചോദിക്കുന്നു. അതിന് പ്രതാപൻ എന്തിന് മാപ്പ് ചോദിക്കണം? അവളങ്ങനെ ചോദിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കാരണമേ അവളുടെ ശരീരത്തിലൂടെ ഓടുന്ന രക്തം അതാണല്ലോ. അവളുടെ ചോദ്യങ്ങളിലെ കുറേ ന്യായങ്ങളുമുണ്ട്. അതിനൊക്കെ ഞാൻ ഉത്തരം പറഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന പൊട്ടിത്തെറികൾ എന്തായിരിക്കും? പ്രതാപൻ അത് എന്തായിരിക്കുമെന്നൊന്ന് സങ്കല്പിക്കാനെങ്കിലും കഴിയുമോ? ഒന്നും മിണ്ടാനാവാതെ ഒരു പാവക്കുഞ്ഞിനെ പോലെ പ്രതാപൻ അങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, സരസ്വതി ദേവി തമ്പുരാട്ടി വന്നിരിക്കുന്നത് രണ്ടും കൽപ്പിച്ചു തന്നെയാണ്. പത്മാവതി അമ്മയുടെ അടുത്ത് പോയി കാണുമോ, പത്മാവതിയിൽ നിന്നും വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ടാണോ അമ്മ തമ്പുരാട്ടി ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? എന്തായാലും അംബികയും മകനും ചെയ്തു കൂട്ടിയ ക്രൂരകൃത്യങ്ങൾക്കെല്ലാം തക്കതായ ശിക്ഷ കിട്ടുമെന്നുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.